ഹലോ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇതെങ്ങോട്ടേക്ക് ഇവിടെ പോകുന്നതെന്നല്ലേ? ഞാൻ കടയിൽ പോവുകയാണ്. അപ്പോൾ കടയിൽ പോകുമ്പം എടുത്തൊരു വീഡിയോ ആണ്. നമ്മൾ താമസിക്കുന്ന വീടിനടുത്ത് നിന്നും, നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീടിനടുത്ത് നിന്നും കുറച്ച് മുമ്പോട്ടേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഇട്ടിരിക്കുന്നത് കാണുന്നത് ഒരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കലുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നമുക്ക് പറ്റായിട്ടൊക്കെ ഉള്ളത് ഈ ഒരു കടയിലാണ് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ആദ്യം താമസിച്ച വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സുനിയേട്ടൻ്റെ കടയുണ്ട്. അപ്പോൾ ഈ ഒരു കടയാണ് കേട്ടോ. നമ്മൾ കുറേ കാലങ്ങളായിട്ട് സാധനങ്ങളിപ്പോൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ കടയിൽ നിന്നാണ് കൂടുതലും. മറ്റേ കടയിൽ നിന്ന് വാങ്ങും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഈ കടേൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കണമെന്ന്. എൻ്റെ വോയിസിന് എന്തോ ഒരു ചിലപ്പ്, ഇങ്ങനെ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ട് എനിക്കും കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ചുമയും ഇതൊക്കെ. അപ്പോൾ പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വന്നതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ഈ കടയിലേക്ക് മോളെയും കൂട്ടിയിട്ടാണ് വന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അതായത് പണ്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണ് അത്ര ഈ കട ഉള്ളത്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ പിന്നെ അങ്ങനെ അന്ന് ഇത്രയും സാധനം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ കൂട്ടി ഇങ്ങനെ ആക്കി കേട്ടോ. അപ്പം ഞാൻ കാര്യമായിട്ട് വന്നത് ഈ ഒരു ചപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഇല, ഈ ഒരു ചെടി കാണുന്നില്ലേ, ഇതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് ഇതാണ് ഇവിടുത്തെ കർക്കിടക ചപ്പ്. ഓരോ നാട്ടിലെ ഓരോ വിശ്വാസം, എന്താ പറയുക, 100 നാട്ടിൽ 100 വിശ്വാസം എന്നല്ല പറയാം. അതുപോലെ ഈ നാട്ടിലെ ഒരു ആചാരമാണിത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ട, ഇതെൻ്റെ അവിടെയൊന്നും ഇതില്ല. ഞാൻ കഴിക്കുന്നതും കാണുന്നതും ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, കടയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓൾക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നതിന് സ്കൂളിപ്പോൾ 3-4 ദിവസം അവധിയാണല്ലോ വയനാട്ടിൽ. പിന്നെ ഇങ്ങനെ കാറ്റും മഴയൊക്കെ ആയത് കാരണം റെഡ് അലർട്ടും അങ്ങനെ അവധിയൊക്കെ കൊടുത്തിനല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് കർക്കിടകം 18-ന് ശരിക്കും പറയുവാണെങ്കിൽ ഇന്നലെ ഞാൻ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചപ്പ് ഇതിൻ്റെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കും, ഇത് എന്താണ് ഇതിൻ്റെ പേരെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ക് അവർ പറയുന്ന കർക്കിടക ചപ്പ് അങ്ങനെയാണ് പേര് പറയുന്നത്. അല്ലാതെ ഈ ഒരു ആയുർവേദ ഇലക്ക് എന്താ പേര് എന്നുള്ളത് ശരിക്കും അറിയില്ല. ഇവർ ഈ നാട്ടുകാരങ്ങനെ പറയുന്നത്. ഇത് കൊടകിലൊരു ആചാരമാണ് കേട്ടോ. കൊടകുകാരാണ് ഇത് കഴിക്കുന്നത് കാണുന്നത്. ഞാൻ ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കൊടകിലുള്ള ആൾക്കാരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇല നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കും. ഇത് ഫ്രഷാണ് കിട്ടുമ്പം തന്നെ. ഈ വേലിയിൽ നമ്മൾ വീടിന് അതിരിൻ്റെ വേലിയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, പിന്നെ എന്താ പറയുക, ചെമ്പരത്തി വെച്ച് നമ്മൾ വേലിയിടുന്ന കാണാമല്ലോ. അപ്പോൾ അതിന് പകരം ഇവിടെ കൂടുതലും കാണുന്നത് ഈ ഒരു ചപ്പാണ് കേട്ടോ. മരുന്ന് ചപ്പ് അങ്ങനെയൊക്കെ ഇവർ പറയുന്നതാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് മക്കൾ ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഇപ്പം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്തും പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്തൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ ആൾക്കാർ കേട്ടോ, എൻ്റെ നാട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ സാധനം, എന്താ ഇത്. പക്ഷേ എനിക്കും പിന്നെ ഞാനും ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. ഇവിടെ 10-13 വർഷമെങ്കിലും ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ഇത് കഴിച്ചിട്ടില്ല. എനിക്കെന്തൊരു പേടി പോലെ ഉണ്ടായി, അതാണ് ഞാൻ ഇത് കഴിക്കാതിരുന്നത്. അപ്പം എൻ്റെ അവിടെയൊക്കെ പറഞ്ഞപ്പോൾ അവർ ചിരിക്കുക, അവർ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുക കേട്ടോ ഓരോരുത്തർ. എന്താണെന്ന് പറഞ്ഞത് സംഭവം, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 18 തരം മരുന്ന് അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ നാട്ടിലുള്ള മലയാളികളാവട്ടെ, ആരും ഏത് ജാതിക്കാരാവട്ടെ, ഏത് മതങ്ങളാവട്ടെ, എല്ലാവരും അതായത് ഇതെടുക്കും കേട്ടോ. ഈ ചപ്പ് 18-ൻ്റെ അന്ന് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. 18-ൻ്റെ അന്ന് മാത്രമായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴിഞ്ഞ വർഷം എനിക്കൊരു അബദ്ധം പറ്റി. എന്താ വെച്ചാൽ ഞാനിതിൻ്റെ തണ്ടൊക്കെ ചാടിയിട്ട് എല്ലാം മാത്രം എടുത്തു. എൻ്റെ ഗ്യാസ് മുഴുവനും തീർന്നു. ഞാൻ ഗ്യാസിലാണ് എല്ലാം വെക്കുന്നത്. ഇതെങ്ങനെ നോക്കിയിട്ട് ഇത് വേവിച്ചിട്ട് ഈ വെള്ളം ഒരു വയലറ്റ് കളറാണ് ആവേണ്ടത്, ഉജാല കളറ്. ഈ കളർ ഇതാവുന്നേ ഇല്ല. ഈ ഇല മാത്രം എടുത്തിട്ടാണ് അത്ര ലൈറ്റ് കളർ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളം. അങ്ങനെ ഞാൻ ആ വെള്ളത്തിൽ തന്നെ ആക്കിയിട്ട് ലാസ്റ്റ് ഈ പായസം വെളുത്തതുപോലെ ആയിട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് കഴുകുമ്പോഴൊക്കെ ഇത് കണ്ടോ ഗ്രീൻ കളറ്, ഇത് കഴുകുമ്പോഴൊക്കെ സാധാ ഇതിൻ്റെ കളർ തന്നെ. എന്നാൽ വന്നിട്ട് ഇതിൽ നമ്മളെന്താക്കി, ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾക്ക് ആവശ്യത്തിന് എത്ര വെള്ളം, ഞാൻ ഒരു കപ്പ്, ഒരു സ്റ്റീലിൻ്റെ കപ്പില്ല ആ ചായയൊക്കെ എടുക്കുന്നത്, അതിനൊരു കപ്പ് വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേവാൻ വെക്കുകയാണ്. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold.
ഗൈസ് ഇത് വെന്തു നല്ല സെറ്റായിട്ടുണ്ട്. വെന്ത് നല്ലൊരു നീല കളറ് വെള്ളമായിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടത് ഇത് ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ. അതായത് ഇവിടെ ഇത് പിന്നെ കുട്ടികൾ കുടിക്കും, ഞാനും കുടിക്കും, പിന്നെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഇത് കണ്ടോ, ഈ ചപ്പിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ? ഇത് വെന്ത് കഴിഞ്ഞാലും ചപ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഈ കളറ് കണ്ടോ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് പറയാതിരിക്കാൻ വയ്യ, അത്രയും നല്ല മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന് വരിക. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഇത് നടുവേദന, കാലുവേദന, മുട്ടുവേദന ഒന്നും ഉണ്ടാവില്ല. പിന്നെ എത്ര പ്രായമായാലും അതായത് നമുക്ക് പ്രായം കൂടുന്തോറും നമ്മളെ പിന്നെ എല്ലുകളും ഇതൊക്കെ ഇങ്ങനെ ഒരു തേയ്മാനം വരികയല്ലേ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് കുട്ടികൾക്കടക്കം ഇത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ആദ്യം ഒരു 2-3 വർഷം ഞാൻ ഈ സംഭവം കഴിച്ചിട്ടേ ഇല്ല. അടുത്ത വീട്ടിൽ ഞാൻ ഉണ്ടാക്കലുമില്ല കേട്ടോ. അടുത്ത വീട്ടിലുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നിട്ട് ഞാൻ അപ്പോൾ അത് എങ്ങനെയാണ് വേണ്ടാന്ന് പറയുന്നത് വെച്ചിട്ട് വാങ്ങിയിട്ട് അങ്ങ് കളഞ്ഞാളെയും. ഞാൻ കുടിച്ചിട്ടില്ല ഇത്, എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ കുടിക്കാതിരുന്നത്. പിന്നീട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട്, എന്താ പറയുക, പാമ്പിനെ തിന്ന നാട്ടിൽ പോയ പാമ്പിനെ നടുക്കഷ്ണം തിന്നെന്ന് പറയുന്ന പോലെ ഇതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. കാരണം ഇത് പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. എനിക്കിതിനും പിന്നെ ഭയങ്കര ഇഷ്ടമായി ഇതിനെ. അപ്പോൾ ഈ ഒരു 18 ആവാൻ ഞാൻ കാത്തിരുന്നിരുന്നു കേട്ടോ, ഇങ്ങനെ പിന്നെ ഇത് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ തേങ്ങ പിന്നെ അതായത് പച്ച ഒരു ഉണങ്ങിയ തേങ്ങ ഉണ്ടാവരുത്, നമുക്ക് പാല് കിട്ടണം. ആ പാല് കിട്ടുന്ന തരത്തിലുള്ള തേങ്ങയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു മുറിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഗൈസ് പായസം സെറ്റായിരിക്കുന്നു, നന്നായിട്ട് വെന്ത്. പിന്നെ പറയാൻ പ്രത്യേകം ഞാൻ പറയാണ്, നമ്മൾ അരിയിൽ പഞ്ചസാര വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വേവില്ല. അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ വെള്ളം മാത്രം ഞാൻ ഒഴിച്ചതുകൊണ്ട് ഐഷു അവിടെ നിന്നിട്ട് പായസം വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാനിതിൽ വെള്ളം ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം ഇട്ടാൽ നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല. ഞാൻ കഴിഞ്ഞ തവണ 2 സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായി ഈ ഒരു വെള്ളം വെച്ചിട്ട്. പിന്നെ പിടിപ്പായസം ഉണ്ടാക്കി, അതായത് പാലിൽ അരിപ്പിടി ഉരുട്ടിയിട്ട് പിടീൻ്റെ വെള്ളം
ആ വെള്ളം തന്നെയാണ് അരിപ്പൊടിയിൽ ഞാനിട്ട് കുഴച്ചതും എല്ലാം. ഇതിൽ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചതും ഒക്കെ ആ വെള്ളം തന്നെയാണ്. അങ്ങനെ പിടിപ്പായസം ഞാൻ ആക്കിയിട്ടുണ്ടായി, പിന്നെ അരിപ്പായസം ആക്കിയിട്ടുണ്ടായി. പിന്നെ അതിന് മുന്നത്തെ വർഷം ഞാൻ റവ വെച്ചിട്ട് എന്താ പറയുക, ഒരു കേസരി ബാത്തൊക്കെ ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായി കേട്ടോ. ഇത്തവണ ഞാൻ പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് വന്നിട്ട് അരി എത്ര നമ്മൾ കുറച്ചെടുത്താലും അത് കുറേ ആയിപ്പോവും. അപ്പോൾ മോൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട്, മോൾക്ക് എനിക്കും പായസം ഭയങ്കരമാണ്, അത് എന്ത് പായസമാണ് ശരി നമ്മൾ കഴിക്കും. അപ്പോൾ അങ്ങനെ ഗൈസ്, ഇതാ നമ്മൾ അടിപൊളി പായസം. കർക്കിടക 18-ന് 18 തരം മരുന്നടങ്ങിയിട്ടുള്ള പായസമാണിത്. അത്രക്കും നല്ല പായസമാണെന്ന് ഞാൻ പറയുന്നത്. അത്രയ്ക്കും ഇവർ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. പിന്നെ എൻ്റെ നാട്ടിൽ പോയപ്പോൾ ഞാൻ നോക്കി കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഞാൻ ഓരോരുത്തർ പറമ്പിൽ കൂടെ നടന്നപ്പോഴൊക്കെ നോക്കി ഈ സംഭവം അവിടെ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഇല അവിടെ കാണുന്നില്ല. ഇനിയിപ്പോൾ ഈ ഇല എല്ലാവരും ഉണ്ടാവുമോ എനിക്ക് മനസ്സിലാവായിട്ടാണോന്ന് അറിയുന്നില്ല. ഞാൻ കുറേ നോക്കിയപ്പോൾ ഇതുപോലെ ഒരു ഇല ഞാൻ ഫോട്ടോ എടുത്ത് പോയിട്ട് നോക്കിയിട്ടുണ്ടായി, പക്ഷെ അവിടെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, തേങ്ങാപ്പാലാണ് കേട്ടോ, ഞാൻ പശുവും പാലിനും ഒഴിക്കാൻ വിചാരിച്ചത്, പക്ഷേ തേങ്ങാപ്പാൽ ഒരു പ്രത്യേക ടേസ്റ്റല്ല. അപ്പം ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ പായസം റെഡിയാക്കി. ഇത് കുടിച്ചാലും മതിയാവില്ല, അത്രയും ടേസ്റ്റ് ചെയ്ത്. എന്താ വെച്ചാൽ മരുന്നിൻ്റെ ആ ഒരു ഏലക്കായും ഒക്കെ ഇട്ട് നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടുമ്പോഴേക്കോ ഇതിൽ എന്താ പറയണ്ടേ, ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലേ, ഇലേൻ്റെ ഒരു സ്മെല്ല്, അതങ്ങോട്ട് പോയി കിട്ടും. അപ്പം നല്ല രസമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് മാത്രം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ ഈ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ പിറ്റേ ദിവസത്തേക്ക് ഇത് തീർന്നിരുന്നു, കാരണം അത്രയും പെട്ടെന്ന് കഴിഞ്ഞു. കുട്ടികളും കുടിച്ചു. പിന്നെ കുട്ടികൾക്ക് ഞാൻ പിറ്റേ ദിവസം കൊടുത്തില്ല കേട്ടോ, കാരണം ഒന്നുമില്ല, ഞാൻ കൊടുത്തില്ല അവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കൊടുക്കേണ്ട വെച്ചു, തണുപ്പ് ആയത് കാരണം ഞാൻ കൊടുത്തില്ല. ഞാൻ മാത്രം കഴിച്ചു കേട്ടോ. അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ട് അടിപൊളി പായസം മക്കളെ.